ഹായ് ഓൾ എല്ലാവർക്കും എന്നാണ് വിഷയമായിട്ട് സുഖം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ റിപ്ലൈ വീഡിയോ എന്ന് പറയുന്നത് ഈ ലൈഫ് ബ്യൂട്ടിക്കുള്ള റിപ്ലൈ വീഡിയോ ആണ്. കുറച്ച് പൈസ കടം തരുമോ എന്നുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇപ്പോഴും പല ആൾക്കാർക്കും ഞാൻ നന്നായി വിവരം അറിയത്തില്ല. ഞാൻ 4 വർഷമായിട്ട് ഞാൻ നന്നായി കംപ്ലീറ്റ്ലി. ഇപ്പോൾ ഒരുപാട് പേര് എല്ലാ ദിവസങ്ങളിലും എന്ന് പറയുന്ന മാതിരി മാസത്തിലൊരു 10-15 പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് പൈസ കടം ചോദിക്കുന്നുണ്ട്. 4 വർഷം മുമ്പിട്ടായിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സലിഞ്ഞ് തോന്നി ഞാൻ എന്തായാലും പൈസയൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ആ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 14 വർഷം കൂടെ ഉണ്ട്. 14 വർഷത്തിനുള്ളിൽ എനിക്കിപ്പോൾ കടം മേടിച്ചിട്ട് പോയ ആൾക്കാർ പൈസ തിരിച്ചു തരുവാണെങ്കിൽ എനിക്ക് എൻ്റെ മോള് വളർന്നു വരും. അപ്പോഴത്തേനും ഒരു 10-20-25 വയസ്സാകുമ്പോഴത്തേനും അവളെ എനിക്ക് കെട്ടിച്ചു വിടാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ അത്രയും സമയമുണ്ട്. എനിക്ക് കടം മേടിച്ച ആൾക്കാർ ഇനി ആരും തരാൻ പോകുന്നില്ല. ജീവിതത്തിൽ ഒരിക്കലും കടം മേടിച്ച ആൾക്കാർ ഒരിക്കലും തരത്തില്ല. കടം മേടിച്ച് തരാൻ വേണ്ടി മേടിച്ചിട്ട് പോയ ആൾക്കാരുടെ അടുത്ത് പലപ്പോഴും ഞാൻ കടം ചോദിച്ചു എൻ്റെ പൈസ ചോദിച്ചു തന്നപ്പോൾ അവർ എന്നെ ബ്ലോക്ക് അടിച്ചിട്ട് പോയി. പിന്നെ അവസാനം അവരുടെ വീട്ടിൽ വിളിച്ച് തെറിയും ബഹളമൊക്കെ ഞാൻ നടത്തിയപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചിട്ടാണോ ഇപ്പം അവരുടെ മക്കളായിരിക്കുമല്ലോ വാങ്ങിച്ചത്, അപ്പം ഞങ്ങളോട് ചോദിച്ചിട്ടാണോ പൈസ ട്രാൻസ്ഫർ ചെയ്ത് ഇതാന്നൊക്കെ പറയും. പിന്നെ അതിൻ്റെ പേരിൽ കേസിനും വഴക്കിനും പോകാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അതോടുകൂടി ഞാൻ ഈ പൈസ കടം കൊടുക്കുന്നത് 4 വർഷമായിട്ട് ഞാൻ നന്നായി. ഇപ്പോൾ ആരെൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ അവർ പറയുകയാണ് അവർക്ക് കൈക്ക് വേദന കാല് വേദന മരിക്കാറായി, അപ്പൻ ICUവിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം അതെയോ ആയിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ എന്ന് പറയത്തിൽ മാത്രമേ. ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എനിക്ക് ഇതിന് മാത്രം ഞാൻ അത്ര റിച്ച് ആയിട്ടുള്ള ഒരാളല്ല. ഓക്കെ, ഞാനിങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്കകത്ത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരുപാട് ഓർണമെൻറ്റ്സും അല്ലെങ്കിൽ ഒരുപാട് ഡ്രസ്സൊക്കെ മാറ്റി നിങ്ങൾ വീഡിയോ ചെയ്ത് നിങ്ങൾ കണ്ടു. നിങ്ങൾ ആ കൂടെ കണ്ടിട്ട് കുറേ ഓഞ്ഞിറപ്പില്ല. എന്നെ കൊണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇത് നോക്ക്, എൻ്റെ ട്രൈപോഡാണ്. ഈ ട്രൈപോഡ് ഇതിനകത്ത് ഞാൻ പലതരത്തിലുള്ള ഇതിൻ്റെ അകത്താണ് ഞാൻ ഫോൺ ഉറപ്പിച്ച് നിർത്തി കെട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പൈസ ഉണ്ടെങ്കിൽ ഞാനൊരു നല്ല ട്രൈപോഡിൽ വാങ്ങിച്ചത്. നോക്കുക ഇതിൻ്റെ കോളം നോക്കുക. ഇതിനകത്ത് ഫോൺ സെറ്റ് ചെയ്തിട്ട് കെട്ടി നിർത്തിയിട്ടാണ് ഞാൻ ഫോൺ താഴെ വിടാതെ നോക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ അത്രയേറെ ഗതികെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റയിൽ നിന്ന് ടിക്ടോക്കിൽ നിന്നൊക്കെ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. അത് വല്ല ക്യാരറ്റ് വാങ്ങിക്കാനോ ബീൻസ് വാങ്ങിക്കാനോ വല്ല പച്ചമുളക് വാങ്ങിക്കാനൊക്കെ കൊള്ളത്തുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ മാതിരി തനിക്ക് പൈസ കടം തരാൻ മാത്രമുള്ള പൈസയൊന്നുമില്ല. നമ്മുടെ നാട്ടിലെ 10-50 രൂപ 100 രൂപ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലൈഫ് കൂട്ടി താൻ പറ്റുവാണെങ്കിൽ തനിക്ക് കൈയും കാലും ഉണ്ടെങ്കിൽ വല്ല അധ്വാനിച്ച് വളരാൻ തനിക്ക് പറ്റുവാണെങ്കിൽ എനിക്ക് ഇതുപോലെ ഒരു നല്ല ട്രൈപോഡേലും വാങ്ങിച്ചതാണ്. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങി ഒരു ക്യാമറാമാനെ കൂടെ എനിക്ക് തരുവാണെങ്കിൽ ഞാൻ പുറത്തിറങ്ങി വല്ല വീഡിയോ ഒക്കെ ചെയ്ത് വല്ല കുന്തളിപ്പ് കാണിച്ചതിന് ശേഷം തനിക്ക് വല്ല പൈസ ഉണ്ടാക്കി തരാൻ ഞാൻ വേണമെങ്കിൽ നോക്കാമെന്നുള്ളൂ. പക്ഷേ ഞാൻ വളരെയധികം നന്നായി. കാരണം കടം കൊടുത്തവരൊക്കെ എനിക്ക് നല്ല രീതിയിൽ എന്നെ പറ്റിച്ച് പിടിച്ച് പോയതുകൊണ്ട് പിന്നെ എന്തായാലും എല്ലാവരും രക്ഷപ്പെടട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് എൻ്റെ കൊച്ചിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവന്മാരെല്ലാവരും പറ്റിച്ച് പോയവരെല്ലാം പൈസ തിരിച്ചു തരുവാണെങ്കിൽ എനിക്ക് അത്രയേറെ സന്തോഷമായിരുന്നു. പക്ഷെ ആരും തരത്തില്ല. കടം കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തതാണ്, അത് ആരും തിരിച്ചു തരത്തില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പിയായിട്ട് ജോളിയായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും കാണാം. ഇത് നോക്കിക്ക്, വീണ്ടും കാണാം. എല്ലാവർക്കും അടുത്തടുത്ത് ചോദിച്ചാൽ റിപ്ലൈ പിടിച്ച് കാര്യം. ടേക്ക് കെയർ.